ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ നന്നായി വർഷം തോറും കായ്ക്കുകയും അതുപോലെ തന്നെ നല്ല ഈൽഡുമുള്ള അവോക്കാഡോ മരത്തെ ഇതുപോലെ എയർ ലെയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതേ മാതൃഗുണമുള്ള തൈകൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന തൈകൾ 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്ച്ചു തുടങ്ങുകയും ചെയ്യും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തൊലി നീക്കം ചെയ്തതിന് ശേഷം ആ തൊലിയുടെ അടിഭാഗത്തുള്ള കൊഴുത്ത ദ്രാവകമുള്ള ആ ഭാഗം നന്നായി ചുരണ്ടി കളയുക. നന്നായി ചുരണ്ടി കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ തൊലികൾ വീണ്ടും തമ്മിൽ കൂടിച്ചേർന്ന് നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടാതെ പോകും. വേരുകൾ വരേണ്ട ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഈ ഭാഗം നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിനായി നമ്മൾ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ പോട്ടി മിക്സ് ഉണ്ടാക്കാൻ നമുക്ക് കൊക്കോപീറ്റും അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, അതായത് ബെർമി കമ്പോസ്റ്റും ഉപയോഗിച്ച് നന്നായി കൂട്ടിക്കലർത്തിയതിന് ശേഷം വെള്ളം കൂടുതൽ ഇല്ലാത്ത രീതിയിൽ, അതായത് നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ളം വരാത്ത രീതിയിലുള്ള നനവ് മാത്രമേ ഇതിന് പാടുള്ളൂ. കൂടുതൽ വെള്ളം ആയി കഴിഞ്ഞാൽ ഇവിടെ ഫംഗസ് വരാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ നമ്മൾ പോട്ടി മിക്സ് ഇതുപോലെ ഒരു പോളിത്തീൻ ബാഗിൽ കെട്ടിവെക്കുക. ആ കെട്ടിവെച്ച പോളിത്തീൻ ബാഗിനെ നമുക്ക് ഇതുപോലെ പകുതി വരെ കത്തികൊണ്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ തൊലി നീക്കം ചെയ്ത ഭാഗം പൂർണ്ണമായി മൂടത്തക്ക വിധം ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് നന്നായി മുറുക്കി കെട്ടുക. ശരിക്കും ടൈറ്റാക്കി കെട്ടിയിട്ടില്ലെങ്കിൽ ഇതിലുള്ള ജലാംശം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് കെട്ടുമ്പോൾ ശരിക്കും നമ്മൾ മുറുക്കി ഫുള്ളായിട്ട് തീരെ ജലാംശം ബാഷ്പീകരിക്കാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ ഇതുപോലെ കെട്ടിവെക്കുക. ഈ കെട്ടിവെച്ച ഭാഗത്ത് 1.5 മാസമാകുമ്പോൾ തന്നെ വേരുകൾ വന്നു തുടങ്ങും. ഇതൊരു 2 മാസം കഴിയുമ്പോൾ നമ്മൾ കെട്ടിവെച്ച ഈ പോളിത്തീൻ ബാഗിൻ്റെ പുറമേ നിന്നും കാണാവുന്ന രൂപത്തിൽ വേരുകൾ വന്നു കഴിയുമ്പോൾ വേര് വന്നതിൻ്റെ താഴെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഗ്രോ ബാഗിലോ മറ്റോ വെച്ചതിന് ശേഷം ഇതിനെ ഒരു നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്ത് ഒരു തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസത്തിന് ശേഷം നമുക്ക് ഈ തൈകളെ മറ്റെവിടേക്കും വേണമെങ്കിൽ നടാവുന്നതാണ്. ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്ന തൈകൾ കൂടുതൽ ഉയരം വെക്കാതെ നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ ഈ അവോക്കാഡോ പഴം പറിച്ചെടുക്കാവുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.